ആരിഫ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ, അതായത് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൽ നമ്മൾ സാധാരണയായിട്ട് അതിൻ്റെ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അതാണ് ആക്റ്റീവ് വോയിസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഒരു സെൻറ്റൻസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്റ്റിനാണെങ്കിൽ അതാണ് നമ്മളുടെ പാസീവ് വോയിസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പി എസ് സിയിൽ സാധാരണയായിട്ട് ഏത് പി എസ് സി എക്സാമിനും ഒരു മാർക്ക് തരുന്നൊരു പോർഷനാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. അത് സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയാം. അതിൻ്റെ എക്സാമ്പിൾസ് അടക്കം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക്, തിരിച്ച് പാസീവ് വോയിസിൽ നിന്നും ആക്റ്റീവ് വോയിസിലേക്ക്, ആ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, നോർമലി കൂടുതലും വരുന്നത് ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവിലേക്കാണ്. കാരണം ആക്റ്റീവ് വോയിസ് പെട്ടെന്ന് നമുക്കറിയാം, നമ്മൾ ടെൻസ് പഠിക്കുന്നതുകൊണ്ട് ബേസ് ആയിട്ടുള്ള കാര്യമാണ്, അതെല്ലാവരും അറിയും. പക്ഷെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്താണ് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ഒരിക്കലും ടെൻസിൽ ചേഞ്ച് വരില്ല. കാരണം നമുക്ക് 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ 2 ഓപ്ഷൻ ആദ്യം തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്ത് നോക്കിയാൽ അതിൻ്റെ ടെൻസ് നോക്കിയാൽ മതി. അതായത് ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറുന്ന സമയത്ത് ടെൻസിൽ ചേഞ്ച് വരില്ല. ഓൾറെഡി തന്നിരിക്കുന്ന ഏത് ടെൻസ് ആണോ അതേ ടെൻസ് തന്നെയായിരിക്കും പാസീവ് വോയിസിലും. അതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴും പാസീവ് വോയിസിൽ ഇരുന്ന സമയത്ത് ഒരു ബി ഫോം ഉണ്ടായിരിക്കണം. എന്താണ്? എപ്പോഴും പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു ബി ഫോം ഉണ്ടായിരിക്കണം. ഈ ബി ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിലാവുന്ന സമയത്ത് ബി ഫോം എന്ന് പറയുന്നത് ഈസ് ഓർ ആം ഓർ ആർ ആണ്, അല്ല ഈസ് ഓർ ആം അല്ലെങ്കിൽ ആറാണ് ബി ഫോം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇത് പാസ്റ്റിലാണെന്ന് വിചാരിക്കുക. പാസ്റ്റിലാവുന്ന സമയത്ത് ബി ഫോം ഏതൊക്കെയാണ്? വാസ് അല്ലെങ്കിൽ വേറാണ്. വാസ് അല്ലെങ്കിൽ വേറായിരിക്കും. ക്ലിയർ ആണോ? ഇനി നമ്മുടെ V3യിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ബി ഫോമായിട്ട് വരുന്നത് ബീനാണ്. V3 ഫോമിലാണെങ്കിൽ ഏതായിരിക്കണം? ബീനായിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ടെൻസ് മാറരുത് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത് വെർബ്, അതായത് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് വെർബ് എപ്പോഴും V3 ഫോമിലായിരിക്കും. വെർബ് എങ്ങനെയായിരിക്കണം? V3 ഫോം. നമ്മൾ ഏതിൽ നിന്നും ചേഞ്ച് ചെയ്യുകയാണെങ്കിലും വെർബ് എങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ V1ലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ V2ലാണ്, V3യിലാണ്, എങ്ങനെയാണേലും പാസീവ് വോയിസിലേക്ക് മാറുന്ന സമയത്ത് അത് ഏത് ഫോമിൽ തന്നെ ആയിരിക്കണം? V3 ഫോമിൽ തന്നെ ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. അത് പക്കായിട്ട് അറിയാത്ത ഒരാൾക്ക് പോലും ഓപ്ഷൻസിൽ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പക്കായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കി പോകട്ടെ. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കുന്ന സമയത്ത് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ, നമ്മളുടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സബ്ജക്റ്റ് തൊട്ടടുത്ത് വെർബ് വരുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് കൊടുക്കും തൊട്ടടുത്ത് തന്നെ V1 ഫോം വരുന്നതാണ് സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു പാസീവ് വോയിസിൽ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ സിൻറ്റെക്സ് ഒന്ന് ശ്രദ്ധിക്കുക. പാസീവ് വോയിസിലാവുന്ന സമയത്ത് ആദ്യം ഏതാ വരുന്നത്? ഒബ്ജക്റ്റാണ് വരിക. പ്ലസ് ഞാൻ പറഞ്ഞു ബി ഫോം എന്തായാലും ഉണ്ടായിരിക്കണം, അല്ലേ? പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്ത് ബി ഫോം. പ്രസൻറ്റ് ടെൻസിൽ ബി ഫോം ആയിട്ട് ഞാൻ പറഞ്ഞത് ഏതാ? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ക്ലിയർ ആണോ? ഒബ്ജക്റ്റിൻ്റെ കൂടെ ഏതാ കൊടുത്തിരിക്കുന്നത്? ഈസ് ഓർ ആം ഓർ ആർ. ഇതിൽ ഏതെങ്കിലും ഒരു കീവേഡ് ഷുവർ ആയിട്ടുണ്ടാവും. ശേഷം വെർബിൻ്റെ തേർഡ് ഫോമാണ്. വെർബ് ഏത് ഫോമിലായിരിക്കണം? തേർഡ് ഫോമിലായിരിക്കും. പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ആ ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ മാത്രമേ ഈ ബൈ പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളത്, അതൊന്നും എക്സാമിന് നമ്മളുടെ മാർക്ക് പോകുന്നൊരു ഫാക്ടറിൽ വരില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അവർ പക്കായിട്ട് തന്നിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ ബോധറേണ്ട കാര്യമില്ല. നമുക്കിതിൽ മാർക്സ് സ്കോർ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈസ് ഓർ ആം ഓർ ആർ എന്നുള്ളത് അത് ശ്രദ്ധിക്കണം. അതുപോലെ വെർബിൻ്റെ തേർഡ് ഫോം, ഇത് മാത്രമായിരിക്കും മാക്സിമം ഒരു മാറ്റി തരാറുള്ളൂ. വെർബിൻ്റെ സെക്കൻഡ് ഫോം തരും, ഇവിടെ ഈസ് ആം ആർ തരാതിരിക്കും, അല്ലെങ്കിൽ വാസോ വേറോ തരും. സോ ആ രീതിയിൽ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതാണ് അതിൻ്റെ സിൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഇതിന് ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നോക്കാം. ആക്റ്റീവ് വോയിസിൽ
ഹി സിങ്സ് എ സോങ് എന്ന് തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു സിമ്പിൾ പ്രസൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഹി എന്ന സബ്ജക്റ്റ് ഉടനെ തന്നെ സിങ്സ് എന്ന് പറയുന്നത്, സിങ് എന്ന് പറയുന്നതിൻ്റെ കൂടെ എസ് ചേർത്തിട്ട് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് വരണം. എസ് അല്ലെങ്കിൽ ഇ എസ്. അപ്പോൾ ഇവിടെ സിങ് എന്നതിൻ്റെ കൂടെ വരുന്ന ഏതാ? സിങ്സ് ആണ്. അപ്പോൾ ഹി സിങ്സ് എ സോങ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രസൻ്റ് ആണ്. സബ്ജക്റ്റിൻ്റെ തൊട്ടടുത്ത് വെർബ് വന്നാൽ, വെർബ് V1 ഫോമിൽ വന്നാൽ അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ, ഇതിന് ഞാൻ മാറ്റി എഴുതാൻ പോവുകയാണേ. പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒബ്ജക്റ്റ് ആദ്യം എടുത്തതിനാ. ഏതോ ഒബ്ജക്റ്റ്? എ സോങ് ആണ്. സോങ് അല്ലാട്ടോ, എ സോങ്. അതെടുത്ത് എഴുതുക. അതിനുശേഷം ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ബി ഫോം വരണം എന്ന് പറഞ്ഞു. ഈ എ സോങ് എന്ന് പറഞ്ഞൊരു സിംഗുലർ ആണ്. എ സോങ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ നോക്കൂ, ബി ഫോം ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. ഇതിലേതെങ്കിലും ഒന്നല്ലേ? അപ്പോൾ സിംഗുലറിൻ്റെ കൂടെ ഏതാ വരിക? ഈസ് ആണ്. അപ്പോൾ എ സോങ് ഈസ്. ഇനി വെർബിൻ്റെ V3 ഫോം എന്ന് പറഞ്ഞു. ഇതിൽ വെർബ് ഏതായിരുന്നു? സിങ്സ് എന്നുള്ളത് വെർബായിരുന്നു അല്ലേ? സിങ് എന്നതിൻ്റെ V3 ഫോം ഏതാ? സങ് ആണ് വരുന്നത്. ക്ലിയർ? സങ് ബൈ. ഇനി അടുത്ത ഏതാ? സബ്ജക്റ്റ്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരായിരുന്നു? ഹി ആയിരുന്നു. സോ അത് എന്തായിട്ട് മാറി? ഹിം ആയിട്ട് മാറി. ഓക്കെ, ബൈ ഹിം ആയിട്ട് മാറി. ക്ലിയർ ആണോ അത്? ഓക്കെ, ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇതിൻ്റെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് നോക്കുക കേട്ടോ, കാരണം അങ്ങനെയും വരാമല്ലോ. അടുത്ത് നോക്കൂ, ഹി ഡസ് നോട്ട് സിങ് എ സോങ്. നേരത്തെ തന്നതിൻ്റെ ജസ്റ്റ് നെഗറ്റീവ് ഫോം, അത്രയും മാറ്റുള്ളൂ കേട്ടോ. ഹി ഡസ് നോട്ട് സിങ് എ സോങ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന ആ ഒരു സിൻറ്റെക്സിൽ ഒരു മാറ്റവും ഇല്ല, നെഗറ്റീവ് ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എടുത്തത് ഏതാ? എ സോങ് ആണ്. ഇനി എന്താ? ബി ഫോം വരണം. ഈസ് എഴുതി. ബി ഫോം എന്ന് പറയുന്നത് ഈസ് ആണ്. എക്സ്ട്രാ വന്ന ഏതാ? ഒരു നോട്ട് എന്ന് പറയുന്ന ഒരു കീവേഡ്. കാരണം നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവിനെ സൂചിപ്പിക്കാനുള്ള നോട്ട് കൂടെ ചേർന്ന് വന്നു. എ സോങ് ഈസ് നോട്ട് വന്നു. ഓക്കെ, ശേഷമുള്ളതെല്ലാം സെയിം തന്നെയാണ്. നോക്കൂ, സിങ് എന്നതിനെ സങ് ആയിട്ട് എഴുതി. ബൈ ഹിം. ക്ലിയർ ആണ്? ഒരു നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിലറിക്ക് ശേഷം എന്ത് കൊടുത്തിട്ടുണ്ട്? നോട്ട് എന്ന നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. അത്രയും മാറ്റുള്ളൂ. ഇനി അടുത്ത് നോക്കുക കേട്ടോ, ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലാണെങ്കിൽ പാസീവ് വോയിസ് ക്വസ്റ്റ്യൻ ഫോമിലും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഫോം ആണ്. നോക്കൂ, ഡസ് ഹി സിങ് എ സോങ് എന്നാണ് തന്നിരിക്കുന്നത്. ഡസ് ഹി സിങ് എ സോങ്. ഇവിടെ മാറ്റം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സബ്ജക്റ്റും വെർബും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അത്രയേ ക്വസ്റ്റ്യൻ ഫോമിലാവുന്ന സമയത്ത് എന്തായി? സബ്ജക്റ്റും നമ്മുടെ ഓക്സിലറി വെർബും എന്ത് ചെയ്തു? ഒന്ന് സൈഡ് മാറിപ്പോയി. നമ്മളെപ്പോഴും സാധാരണ രീതിയിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഓക്സിലറി വെർബ് കൊടുക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ഫോമിൽ വരുന്ന സമയത്ത് ഓക്സിലറി വെർബിന് ശേഷമായിരിക്കും സബ്ജക്റ്റ് കൊടുക്കുക. അത്രയും മാറ്റമുള്ളൂ. അത് പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ചേഞ്ച് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതായത് എന്തായിരിക്കും? നമ്മൾ ഇതേ സെൻറ്റൻസ് പോസിറ്റീവിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പോസിറ്റീവിൽ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതിയ? നമ്മൾ എ സോങ് എന്ന് എഴുതിയിട്ടുണ്ട്. എ സോങ് ഈസ് സങ് ബൈ ഹിം എന്നാണ്. പക്ഷെ ഇവിടെ നോക്കുക, ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക, അതായത് ഓർഡർ മാത്രം മാറ്റാം. അപ്പോൾ ഇവിടെ അറിയാം എ സോങ് ആണ് നമ്മളുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ഫ്രണ്ടിലായിട്ട് എഴുതി കൊടുത്തു, ഈസ് കൊടുത്തു. അതായത് എ സോങ് എന്ന് ശേഷം വരേണ്ട ഈസ് ബി ഫോം എവിടെ കൊടുത്തു? എ സോങ് എന്നുള്ളതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തു. മനസ്സിലായോ? ചെറുതായിട്ട് എന്ത് ചെയ്തു? സബ്ജക്റ്റിനും വെർബിനെയും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. വേറെ ഒരു മാറ്റം അവിടെ വരുത്തിയിട്ടില്ല. ക്ലിയർ ആണോ? ബാക്കിയെല്ലാം സെയിം ആണ്. നോക്കൂ, ഈസ് എ സോങ് സങ് ബൈ ഹിം. എ സോങ് ഈസ് സങ് ബൈ ഹിമ്മിന് പകരം എന്ത് ചെയ്തു? ഈസ് എന്നുള്ളത് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് എ സോങ് സങ് ബൈ ഹിം എന്ന് കൊടുത്തു. ക്വസ്റ്റ്യൻ മാർക്ക്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്ത ഫോം നോക്കാം. അടുത്തതായിട്ട് പാസ്റ്റ് ആണ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ സാധാരണ ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് എന്താ? നമ്മൾ തൊട്ട് മുമ്പ് അല്ലെ ഒരു കഴിഞ്ഞു പോയൊരു കാര്യം ജസ്റ്റ് അതിനെക്കുറിച്ച് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലായിരിക്കും അല്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് വരിക? ഈ സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ വെർബ് വരും. വെർബ് ഏത് ഫോമിലായിരിക്കും? V2 ഫോമിലായിരിക്കും. വെർബ് ഏത് ഫോമിലായിരിക്കണം? V2 ഫോമിലായിരിക്കണം. അതാണ് സിമ്പിൾ പാസ്റ്റ്. ക്ലിയർ? സോ അതിനെങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത്? പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് സിമ്പിൾ ആണ്. നിങ്ങൾ കീവേഡ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ബാക്കി എല്ലാം സെയിം ആണ്. ഒന്ന് നോക്കൂ, പാസീവ് വോയിസിലേക്ക് മാറുന്ന സമയത്ത് ആദ്യം ഏതാ കൊടുക്കുക? ഒബ്ജക്റ്റ്. നേരത്തെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? ഒബ്ജക്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് വൺ ബി ഫോം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബി ഫോം വേണം. ഇനി പാസ്റ്റിലെ ബി ഫോം ഏതാണെന്ന് ഞാൻ പറഞ്ഞേ? വാസ് അല്ലെങ്കിൽ വേറാണ്. സിംഗുലർ ആണെങ്കിൽ വാസ് കൊടുക്കുക, പ്ലൂറൽ ആണെങ്കിൽ വേറ് കൊടുക്കുക അല്ലേ? വാസ് അല്ലെങ്കിൽ വേർ അത് കൊടുത്തു. പ്ലസ് വെർബ് ഏത് ഫോമിലായിരിക്കണം? V3 ഫോം. വെർബ് ഏത് ഫോമിലാണ്? V3 ഫോം. പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അതെല്ലാം സെയിം ആണ്. ഈ കീവേഡ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നോക്കാം. ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന നോക്കാം.
ഐ കിൽഡ് എ സ്നേക്ക് എന്ന് തന്നിട്ടുണ്ട്. ഐ കിൽഡ്, പൈ എന്ന് പറയുന്ന സബ്ജക്റ്റ്, കിൽഡ് എന്ന് പറയുന്നത് V2 ഫോം. കണ്ടോ, സബ്ജക്റ്റിൻ്റെ കൂടെ V2 വന്നു. എ സ്നേക്ക് എന്ന് പറയുന്നത് എന്താ, ഒബ്ജക്റ്റ് ആണ്. സോ ഇങ്ങനെ വന്നപ്പോൾ അത് ഏതാണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ക്ലിയർ. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ആദ്യം ഏതാ വരണ്ടേ, ഒബ്ജക്റ്റ് വരണം. ഇതിൽ ഒബ്ജക്റ്റ് ഏതാണ്, എ സ്നേക്ക് ആണ്. സോ ആദ്യം എ സ്നേക്ക് എടുത്ത് എഴുതി. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞേ, വാസ് അല്ലെങ്കിൽ വേർ, ഏതെങ്കിലും ഒരു കീവേഡ് വരണം എന്ന് പറഞ്ഞു. ഇവിടെ ഏതാ വരിക, എ സ്നേക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഏത് വരും, വാസ് വരും. നെക്സ്റ്റ് വൺ വെർബിൻ്റെ V3 ഫോം. വെർബ് ഇവിടെ ആക്ച്വലി കിൽ എന്നതാണ് അല്ലേ. ആ കിൽ എന്ന് പറഞ്ഞതിൻ്റെ V2 ആണേലും V3 ആണേലും ഏത് തന്നെയാണ്, കിൽഡ് തന്നെയാണ്. ക്ലിയർ. സോ കിൽഡ് എന്ന് എഴുതി, ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ് അല്ലേ. സബ്ജക്റ്റ് ഇവിടെ ആരാണ്, ഐ ആയിരുന്നു. സോ അത് എന്തായിട്ട് മാറി, മീ ആയിട്ട് മാറി. എ സ്നേക്ക് വാസ് കിൽഡ് ബൈ മീ. ക്ലിയർ അല്ലേ ഇത്. നെക്സ്റ്റ് ഇതിൻ്റെ നെഗറ്റീവ് നോക്കാം കേട്ടോ. ഐ ഡിഡ് നോട്ട് കിൽ എ സ്നേക്ക് എന്ന് തന്നിട്ടുണ്ട്. ഐ ഡിഡിൻ കിൽ എ സ്നേക്ക് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിനെ പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് ജസ്റ്റ് എന്തു മാത്രമേ മാറ്റുള്ളൂ, നോട്ട് എന്നൊരു കീവേഡ് എക്സ്ട്രാ വരും. വേറെ ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നില്ല. നോക്കൂ, ഇവിടുത്തെ ഒബ്ജക്റ്റ് എ സ്നേക്ക് ആണ്. നെക്സ്റ്റ് ഏതാണ്, ബി ഫോമിലെ സ്നേക്ക് സിംഗുലർ ആയതുകൊണ്ട് ഏതാ കൊടുക്കുക, വാസ് ആണ് അല്ലേ. എ സ്നേക്ക് വാസ്. ടെൻസ് മാറരുത് കേട്ടോ, എപ്പോഴും ഏത് ഫോമിലാണ് ആക്റ്റീവ് വോയിസ് അതേ ടെൻസ് തന്നെ ആയിരിക്കണം. ഇത് ഓൾറെഡി എന്തായിരുന്നു, ഏത് ഫോമിലായിരുന്നു, ഏത് ടെൻസിലാണ്, പാസ്റ്റിലായതുകൊണ്ടാണ് ഇവിടെ വാസ് കേട്ടോ, വാസ്. നെക്സ്റ്റ് എന്താ കൊടുക്കേണ്ട, നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് കൊടുത്തിരിക്കണം, നോട്ട് എന്നുള്ളത് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വൺ നോട്ട് എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത എന്താ, വെർബിൻ്റെ V3 ഫോം. വെർബിൻ്റെ V3 ഫോം ഏതാണ്, കിൽഡ് ബൈ മീ. ക്ലിയർ. ഇനി ഇത് തന്നെ എന്തിലേക്ക് വരികയാണെങ്കിൽ, ക്വസ്റ്റ്യൻ ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ഫോമിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വന്നു, ഡിഡ് ഐ കിൽ എ സ്നേക്ക് എന്ന് വന്നു. ഡിഡ് ഐ, കണ്ടോ, ഓക്സിലറി ആദ്യം വന്നു, അതിന് ശേഷം സബ്ജക്റ്റ് വന്നു. ക്ലിയർ. സോ ഇത് മാറ്റിയതിന് സമയത്ത് ഒന്നും നോക്കണ്ട, നമ്മൾ ഓൾറെഡി പോസിറ്റീവിൽ എഴുതിയിട്ടുള്ള ആ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. എന്ത് മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ഒന്നും മാറി, അത്രയും മാറ്റം വന്നിട്ടുള്ളൂ. ഓർഡർ മാത്രം ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അവിടെ വേറെ ഒരു മാറ്റവും വരുന്നില്ല. ക്ലിയർ. സോ അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടുത്തെ ഒബ്ജക്റ്റ് എനിക്കറിയാം, ഒബ്ജക്റ്റ് ഏതാണ്, ഇതിൽ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഏതാണ്, സ്നേക്ക്. എ സ്നേക്ക് ആണ്. പക്ഷേ ഈ സ്നേക്ക് എന്ന് എഴുതുന്നതിന് മുൻപായിട്ട് ഏത് കൊടുക്കണം, ബി ഫോം കൊടുക്കുക. ഓക്സിലറി ആദ്യം കൊടുക്കണം എന്നാണ്. സോ ഈ സ്നേക്കിൻ്റെ കൂടെ വരുന്ന ഏതാ, വാസ് ആണ്. അപ്പോൾ വാസ് എ സ്നേക്ക് കിൽഡ് ബൈ മീ എന്ന് വന്നു. ബാക്കിയെല്ലാം സെയിം ആണ്, ഓർഡർ മാത്രമേ മാറിയിട്ടുള്ളൂ. ക്ലിയർ അല്ലേ ഇത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ നോക്കൂ. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനായിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കീവേഡുകളാണ് വിൽ അല്ലെങ്കിൽ ഷോൾ എന്നത്. വിൽ അല്ലെങ്കിൽ ഷോൾ എന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറുന്ന സമയത്ത് ഒരിക്കലും എന്താവരുത്, ടെൻസിൽ മാറ്റം വരരുത് എന്ന് പറഞ്ഞു. ഓൾറെഡി ഉള്ളത് ഏത് ടെൻസാണോ അതേ ടെൻസിൽ തന്നെ ആയിരിക്കണം പാസീവ് വോയിസും. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് വരാൻ നോക്കുകയാണെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് വന്നു, അതിലൊരു മാറ്റമില്ല, ഒബ്ജക്റ്റ് വരും. പ്ലസ് വിൽ ഓർ ഷോൾ. ഇവിടെ വിൽ അല്ലെങ്കിൽ ഷോൾ വരാനുള്ള റീസൺ എന്താ, ടെൻസ് മാറരുത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വിൽ അല്ലെങ്കിൽ ഷോൾ എന്ന കീവേഡ് കൊടുത്തിരിക്കണം. പ്ലസ് എപ്പോഴും ഞാൻ പറഞ്ഞതാണ്, പാസീവ് വോയിസ് ആകുമ്പോൾ ഒരു ബി ഫോം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ വിൽ അല്ലെങ്കിൽ ഷോളിൻ്റെ കൂടെ വരുന്ന ബി ഫോം എന്ന് പറയുന്നത് ബി തന്നെയാണ്. ശ്രദ്ധിക്കുക, ബീനല്ല കേട്ടോ, ബി ഇ ആണ്, ബി ആണ് വരുന്നത്. പ്ലസ് ബാക്കിയെല്ലാം സെയിം. നോക്കൂ, വെർബിൻ്റെ തേർഡ് ഫോം വരുന്നുണ്ട്, ബൈ വരുന്നുണ്ട്, സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഏതാണ്, വിൽ അല്ലെങ്കിൽ ഷോൾ ഉണ്ടായിരിക്കും, പ്ലസ് ബിയും കൂടി വേണം, എങ്കിലേ അത് എന്താവുള്ളൂ, പാസീവ് വോയിസ് ആവുള്ളൂ. ക്ലിയർ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന നോക്കുക, ഷീ വിൽ ബൈ എ കാർ എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ ഷീ സബ്ജക്റ്റ് ആണ്, വില്ല് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ തന്നിട്ടുണ്ട്, ബൈ എ കാർ. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറുന്ന സമയത്ത് ആദ്യം ഏതെടുത്ത് എഴുതേണ്ട, ഒബ്ജക്റ്റ്. ഇതിൽ ഒബ്ജക്റ്റ് ഏതാ, എ കാർ. എ കാർ. നെക്സ്റ്റ് കീവേഡ് ഏതാ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വില്ല് ഷോൾ, നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വില്ല് തന്നെയാണ് കേട്ടോ. അവിടെ ഓൾറെഡി തന്നതും വില്ലായതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. വിൽ, എ കാർ വിൽ ബി ഫോമിൽ ഏതാണ്, ബി. എ കാർ വിൽ ബി ബോട്ട്. ബൈ എന്ന് പറയുന്നതിൻ്റെ V3 ഫോമാണ് ബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ഹെർ. ഷീ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഹെർ ആയിട്ട് മാറി. ക്ലിയർ ആണോ അത്? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക കേട്ടോ. അതിൻ്റെ നെഗറ്റീവ് ഫോം വരുന്ന സമയത്ത് ഷീ വിൽ നോട്ട് ബൈ എ കാർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാസീവിലേക്ക് മാറുന്ന സമയത്ത് എന്ത് മാത്രമേ മാറ്റുള്ളൂ, ഒരു നോട്ട് എക്സ്ട്രാ കയറി വരും, വേറെ ഒരു ചേഞ്ചും ഇല്ല. എ കാർ വിൽ കഴിഞ്ഞ ശേഷം ഏത് കൊടുക്കുക, നോട്ട് കൊടുക്കുക. വിൽ നോട്ട് ബി. ബി മറന്നു പോകരുത് കേട്ടോ, വിൽ നോട്ട് ബി. വില്ലും വേണം, പിന്നെ ഏത് വേണം, ബി ഫോം വേണം. സോ വിൽ നോട്ട് ബി ബോട്ട് ബൈ ഹെർ എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ. ഇനി ഇത് ആക്റ്റീവ് വോയിസിലേക്ക്, അതായത് മീൻസ് തേർഡ് ഫോം, അതായത് ക്വസ്റ്റ്യൻ ഫോമിലാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
വിൽ ഷീ ബൈ എ കാർ. അപ്പോൾ ഇവിടെ എന്താ മാറ്റം നോക്കൂ, ഷീ വിൽ ബൈ എ കാർ എന്നുള്ളതിനെ എന്താക്കി എഴുതി വിൽ ഷീ. ഏതാണ് നമുക്ക് തന്നിരിക്കുന്നതിലെ വില്ല് അല്ലെ, വില്ലും ഷീയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കുകയാണ്. ഓക്കെ, വില്ല് എന്ന് പറയുന്നതും അതായത് ഓക്സിലറിയും സബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി, അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ഫോമിൽ വ്യത്യാസം. അപ്പോൾ പാസീവ് വോയിസിലേക്ക് മാറുന്ന സമയത്തും എങ്ങനെ തന്നെയായിരിക്കും, ആ ഏത് ഫ്രണ്ടിൽ വരും, ആ ഓക്സിലറി ഫ്രണ്ടിൽ തന്നെ വരും. അപ്പോൾ ആദ്യം ഏത് കൊടുക്കുക, വില്ല് കൊടുക്കുക. വിൽ അതിനുശേഷം ഏതാ നമ്മളുടെ ഒബ്ജക്റ്റായി എ കാർ, ബി മറന്നു പോവരുത്, ബി കൊടുക്കുക, ബോട്ട് ബൈ ഹെർ. വിൽ എ കാർ ബി ബോട്ട് ബൈ ഹെർ എന്ന് വന്നു. ക്ലിയർ അല്ലേ? ജസ്റ്റ് എന്ത് ചെയ്തു, വിൽ എ കാർ വിൽ ബി എന്ന് പറയുന്നതിന് പകരം വിൽ എ കാർ ബി എന്നാക്കി മാറ്റി. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഫ്യൂച്ചറിൽ വരുന്നത്. ക്ലിയർ. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത്. അപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾക്കറിയാം കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് വരുന്ന സമയത്ത് എപ്പോഴും അതിൽ ഒരു ബി ഫോം ഉണ്ടായിരിക്കും. അതായത് ഈസ് ഓർ ആം ഓർ ആർ ഏതെങ്കിലും ഒരു ബി ഫോം ഉണ്ടാവും, പ്ലസ് വെർബിൻ്റെ ING ഫോം. അങ്ങനെ വരുന്നതാണ് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിന് പാസീവ് വോയിസിലേക്ക് എങ്ങനെയാണ് മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, പാസീവ് വോയിസിലേക്ക് മാറുന്ന സമയത്ത് ആദ്യം എന്താ നമ്മളുടെ ഒബ്ജക്റ്റ് എടുത്ത് എഴുതുക, അതെടുത്തെഴുതി ശേഷം എപ്പോഴും ഏത് വേണമെന്ന് പറഞ്ഞു, ഈ ഏതെങ്കിലും ഒരു ബി ഫോം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈസ് ഓർ ആം ഓർ ആർ പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്ന ബി ഫോംസ് ഏതാണ്, ഈസ് ഓർ ആം ഓർ ആർ. സോ അത് വന്നു. പ്ലസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബീയിങ് എന്നൊരു കീവേഡ് വരും. ബീയിങ്, ഇവിടെ ബീയിങ് വരാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറുന്ന സമയത്ത് ഒരിക്കലും ടെൻസ് മാറരുത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ടെൻസ് മാറരുതെന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവ് വോയിസിൽ ഇപ്പോൾ നമുക്കറിയാം വെർബിൻ്റെ കൂടെയാണ് ING വരുന്നത്, വെർബിൻ്റെ കൂടെ ING വരും. പക്ഷേ പാസീവിലേക്ക് മാറുന്ന സമയത്ത് വെർബിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ING എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? വെർബ് എപ്പോഴും V3 ഫോം, ഞാൻ ഫസ്റ്റ് തന്നെ അതല്ലേ പറഞ്ഞു, വെർബ് എപ്പോഴും ഏത് ഫോമിലായിരിക്കണം, V3 ഫോമിലായിരിക്കണം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എങ്ങനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ING എഴുതുക, അതിനാണ് എവിടെ കൊടുത്തിരിക്കുന്നത്, ബീയിങ് എന്ന് കൊടുത്തിരിക്കുന്നത്. കാരണം ടെൻസ് കാണുമ്പോൾ അത് കണ്ടിന്യൂസ് ആണെന്ന് അറിയണമെങ്കിൽ അതിൽ എപ്പോഴും ING വേണം ആണല്ലോ. അപ്പോൾ ഈസ് ഓർ ആം ഓർ ആറിന് ശേഷം ഏത് കൊടുത്തു, ബീയിങ് എന്നത് കൊടുത്തു. ക്ലിയർ. പ്ലസ് ബാക്കിയുള്ളത് സെയിം ആണ്, വെർബിൻ്റെ തേർഡ് ഫോം ബൈയും സബ്ജക്റ്റും തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? കാരണം ഇതിലൊക്കെ എക്സാമിന് വരികയാണെങ്കിൽ നമുക്ക് ഈ ബീയിങ് ഉള്ള ഒരു ഓപ്ഷനിൽ എന്തായാലും ഉണ്ടാവും, അത് കറക്റ്റ് ഓപ്ഷൻ ആയിരിക്കുമല്ലോ. അതല്ലാതെ അവർ തരുന്ന എങ്ങനെയെന്ന് പറയുക, വെർബിൻ്റെ കൂടെ ING വെച്ച് തരാറുണ്ട്. ഈസ് ഓർ ആം ഓർ ആർ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് വെർബിൻ്റെ കൂടെ ING വെച്ച് പാസീവ് വോയിസ് തരും. അപ്പോൾ പാസീവ് വോയിസിൽ ഒരിക്കലും വെർബിൻ്റെ കൂടെ ഏത് വരില്ല, ING വരില്ല. ING എന്നല്ല, വെർബ് ഏത് ഫോമിലും വരില്ല, ആകെ ഏതിലും മാത്രമേ വരുള്ളൂ, V3 ഫോമിൽ മാത്രമേ വരുള്ളൂ എന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഐ ആം കണ്ടോ, സബ്ജക്റ്റ് ഐ, ആം എന്ന് പറയുന്നത് ഏതാ, ബി ഫോമാണ്. റൈറ്റിംഗ് INGയോട് കൂടി തന്നിരിക്കുന്നത് എ ലെറ്റർ. ഓക്കെ, ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എ ലെറ്റർ ആണ്. സോ ശേഷം ഏതാ വരുന്നത്, ഇതിലെ ബി ഫോംസ് എടുത്ത് എഴുതാവുന്നതാണ്. എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഏതാ വരിക, ഈസ് ആണ് വരിക അല്ലേ. എ ലെറ്റർ ഈസ്. നെക്സ്റ്റ് എന്ത് വരണം, ബീയിങ് ഷുവർ ആയിട്ട് വന്നിരിക്കണം, ബീയിങ്. നെക്സ്റ്റ് വൺ എന്താ, നമ്മളുടെ സബ്ജക്റ്റിൻ്റെ വെർബിൻ്റെ V3 ഫോമാണ്. ഓക്കെ, വെർബ് ഏതാണ്, റൈറ്റ് എന്നുള്ളതാണ് വെർബ്. അപ്പം എൻ്റെ V3 റിട്ടേൺ ആണ്, റിട്ടേൺ ബൈ ഐ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, മീ ആയിട്ട് മാറി. ക്ലിയർ ആണോ, റിട്ടേൺ ബൈ മീ. അപ്പം നിങ്ങൾ അറിയേണ്ട ഇത്രയും പോർഷനാണ്. ഈസ് ബീയിങ് റിട്ടേൺ, അവിടെ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് എന്ത് വരുന്നുണ്ടാവുക, ചേഞ്ചസ് വരും ഓപ്ഷനിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ആക്റ്റീവ് വോയിസിൽ നമുക്ക് ഒരു നെഗറ്റീവ് സെൻറ്റൻസ്, ഇത് തന്നെ നെഗറ്റീവിൽ വരുന്ന സമയത്ത് എന്തുമാത്രം മാറ്റുള്ളൂ, ആ നെഗറ്റീവ് വരും. ഓക്സിലറിക്ക് ശേഷം ഒരു നെഗറ്റീവിന് വേണ്ടിയിട്ട് നമുക്ക് നോട്ട് വരും, അത്രയും മാറ്റുള്ളൂ. ഐ ആം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ എങ്ങനെ വരും, എ ലെറ്റർ ഈസ് നോട്ട് ബീയിങ്. കണ്ടോ, ഈസ് ബീയിങ് പറയുന്നതിന് പകരം ഈസ് നോട്ട് ബീയിങ് എന്ന് വരും, റിട്ടേൺ ബൈ മീ. അതെല്ലാം സെയിം. നെക്സ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ഫോമിലാണെങ്കിൽ ഐ ആം എന്ന് പറഞ്ഞതിന് പകരം എന്ത് വരും, ആം ഐ റൈറ്റിംഗ് എ ലെറ്റർ. സോ എന്താ മാറ്റം, ആ നമ്മൾ നേരത്തെ എഴുതിയില്ലേ ലെറ്റർ ഈസ് ബീയിങ് എന്ന് എഴുതിയതിന് പകരം ഈസ് എവിടെ വരും, ഫ്രണ്ടിലേക്ക് വരും അല്ലേ. ഓക്സിലറിക്ക് ശേഷം ഏത് കൊടുക്കുക, നമ്മളുടെ സബ്ജക്റ്റ് കൊടുക്കുക എന്നുള്ള ഫോമിലേക്ക് മാറും. അപ്പോൾ നോക്കൂ, ഈസ് എ ലെറ്റർ ബീയിങ് റിട്ടേൺ ബൈ മീ. അപ്പോൾ ലെറ്ററിൻ്റെ കൂടെ, ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ് വന്നത്. ഈസ് എവിടെ വന്നു, ഫ്രണ്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. ഈസ് എ ലെറ്റർ, ബീയിങ് മറന്നു പോരുത്, കണ്ടിന്യൂസ് ആവണം, അതുകൊണ്ട് ബീയിങ് ഷുവർ ആയിട്ടും വരണം, റിട്ടേൺ ബൈ മീ എന്ന് വരും. ക്ലിയർ അത്. നെക്സ്റ്റ് വൺ നോക്കുക കേട്ടോ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്ന സമയത്തും നമുക്കറിയേണ്ട ഒരു കാര്യമാണ് ബി ഫോം ഉണ്ടായിരിക്കും. പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ബി ഫോം എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേർ ആണ്.
ഇനി ഇത് ആക്റ്റീവ് വോയിസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? വാസ് അല്ലെങ്കിൽ വേറ് വരും, കൂടെ തന്നെ വെർബിൻ്റെ ING ഫോം ആയിരിക്കും വരും. അങ്ങനെയാണ് ആക്റ്റീവ് വോയിസ് കിടക്കുക. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുന്നത് അതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് എന്നത്. ഓക്കെ, ഇത് പാസീവിലേക്ക് മാറുന്ന സമയത്ത് അതിൻ്റെ നോക്കൂ സിൻറ്റെക്സ്. ഒബ്ജക്റ്റ് സാധാരണ രീതിയിൽ ഒബ്ജക്റ്റ് വന്നു, ബി ഫോമായ വാസ് ഓർ വേറ് വന്നു, പ്ലസ് ബീയിങ്. ഇവിടെയും നോക്കുക ബീയിങ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ING എന്തായാലും വേണമെന്ന് പറഞ്ഞു. വെർബിൻ്റെ കൂടെ ING എഴുതാനും പറ്റില്ല, കാരണം വെർബ് എപ്പോഴും V3 ഫോമിലാണ്. അതുകൊണ്ട് ബീയിങ് എന്ന് വരും. ശേഷം വെർബിൻ്റെ തേർഡ് ഫോം എടുത്ത് എഴുതാം, ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ആക്റ്റീവ് വോയിസിൽ ഹി വാസ് ഡ്രൈവിംഗ് എ കാർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പാസീവിലേക്ക് മാറുന്ന സമയത്ത് എ കാർ അതല്ലേ നമ്മളുടെ ഒബ്ജക്റ്റ്. എ കാർ കീവേഡ് ഏതേ, കാറിൻ്റെ കൂടെ ഏതാ വരിക? വാസ് ആണ് വരിക. സിംഗുലർ അല്ലേ? എ കാർ വാസ്. പിന്നെ ഏത് വരണം? ബീയിങ് വരണം. ബീയിങ് റിട്ടേൺ അല്ല, ഡ്രിവൺ. അതായത് ഡ്രൈവ് ആണ് നമ്മളുടെ വെർബ്. ഓക്കെ, അത് ഡ്രിവൺ ആയിട്ട് മാറി ബൈ ഹിം എന്ന് വരും. ക്ലിയർ ആണോ അത്? ഇതിൻ്റെ നെഗറ്റീവ് നോക്കുകയാണ്. ഹി വാസ് നോട്ട് ഡ്രൈവിംഗ് എ കാർ എന്ന് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്ത് എ കാർ വാസ്, എ കാർ വന്നു, വാസ് വന്നു, ശേഷം എന്ത് വരണം? നോട്ട് വരണം. നോട്ട് ബീങ് ഡ്രിവൺ ബൈ ഹിം എന്ന് വരും. ഒരു എക്സ്ട്രാ വാസ് ബീങ്ങിന് ഇടയ്ക്ക് നോട്ട് വന്നു എന്നത് മാത്രമാണ്. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ഫോമിലാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കൂ. എന്താ? ഓക്സിലറിയും സബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ഹി വാസിന് പകരം വാസ് ഹി എന്ന് വന്നു. വാസ് ഹി ഡ്രൈവിംഗ് എ കാർ. അപ്പോൾ പാസീവ് വോയിസിലേക്ക് മാറുന്ന സമയത്തും ഏത് തന്നെ ഫ്രണ്ടിൽ വരണം? വാസ് ഫ്രണ്ടിൽ തന്നെ വരണം. വാസ് എ കാർ ബീയിങ് ഡ്രിവൺ ബൈ ഹിം എന്ന് വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ അത്? സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസിനെ മാറ്റുന്നത്. മനസ്സിലായോ? പാസ്റ്റ് കണ്ടിന്യൂസിൽ വന്നതിനെ ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ കീവേഡുകൾ പഠിച്ചു വയ്ക്കുക. വാസ് അല്ലെങ്കിൽ വേറ് പ്ലസ് ബീയിങ് എന്നത് പഠിച്ചു വയ്ക്കുക. പിന്നെ ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓർഡറിൽ വരുന്ന മാറ്റങ്ങൾ. നെഗറ്റീവ് ആകുമ്പോൾ നോട്ട് ചേർത്താൽ, ക്വസ്റ്റ്യൻ ഫോമിലാണെങ്കിൽ ഓക്സിലറി ആദ്യം കൊടുത്ത ശേഷം സബ്ജക്റ്റ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ അതിൽ വരുന്ന കീവേഡ് ഏതാ? ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും. ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, പ്ലസ് V3 ഫോമിലായിരിക്കും വെർബ് കിടക്കുന്നുണ്ടാവും. ക്ലിയർ ആണോ? സോ അങ്ങനെ വരുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാസീവ് ഫോം നോക്കുകയാണെങ്കിൽ, സോ നോക്കൂ, ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് കൊടുത്തു, സംശയമൊന്നുമില്ല, പ്ലസ് ഹാസ് ഓർ ഹാവ്. ഞാൻ പറഞ്ഞു ടെൻസ് മാറരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആക്റ്റീവിലുള്ളത് പാസീവിലേക്ക് മാറുന്ന സമയത്തും ടെൻസ് മാറരുത്. സോ നമ്മളുടെ പ്രസൻറ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന കീവേഡുകളായ ഹാസ് അല്ലെങ്കിൽ ഹാവ് അവിടെയും ഉണ്ടാവും. ഓക്കെ, ഹാസ് ഓർ ഹാവ് വരണം. പ്ലസ് ഞാൻ പറഞ്ഞതാണ് ബി ഫോം. അപ്പോൾ നമുക്കറിയാം പ്രസൻറ്റ് പെർഫെക്റ്റിൽ ബി ഫോം ഏതാ? ഞാൻ പറഞ്ഞു V3 ഫോമിലേക്ക് വരുന്ന സമയത്തുള്ള ബി ഫോം എന്ന് പറയുന്നത് ബീനാണ്. അപ്പോൾ ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? ബീനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാസ് ഓർ ഹാവ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ബീൻ എന്ന് പറയുന്നത് ഒരു പാസീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, ശേഷം വരുന്നതെല്ലാം സെയിം ആണ്. വെർബിൻ്റെ തേർഡ് ഫോം കൊടുക്കുക, ബൈ കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക. എക്സാമ്പിൾ നോക്കൂ. ഷീ ഹാസ് ഫിനിഷ്ഡ് ദി വർക്ക് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷീ ഹാസ്, ഷീക്ക് ശേഷം ഹാസ് വന്നു, ഫിനിഷ്ഡ് എന്ന് വന്നു. അപ്പോൾ ഇത് ഏതായിരിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആദ്യം എന്താ? അതിൽ എന്തെടുത്ത് എഴുതണം? ഒബ്ജക്റ്റ്. ഇതിൽ ഒബ്ജക്റ്റ് ഏതാണ്? ദ വർക്കാണ്. അപ്പോൾ ദ വർക്ക് ശേഷം ഏത് വരണം? കീവേഡ്. ഹാസ് ആണോ ഹാവ് ആണോ എന്ന് നോക്കുന്നത്. സിംഗുലർ ആണെങ്കിൽ ഹാസ് വരും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വരും. അങ്ങനെയാണ് കേട്ടോ. സോ സിംഗുലർ ആയതുകൊണ്ട് ഏത് വരും? ഹാസ് വന്നു. ശേഷം എപ്പോഴും എന്തുണ്ടായിരിക്കണം? ബീന് വരണം. ഹാസ് ബീൻ. ശേഷം ഏതാ നോക്കൂ? വെർബിൻ്റെ V3 ഫോം ഏതാണ്? ഫിനിഷ് എന്നതിൻ്റെ V3 ഫോം ഫിനിഷ്ഡ് തന്നെയാണ്. ഫിനിഷ്ഡ് ബൈ ഷീ എന്നത് ഹെർ ആയിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. ഇതിൻ്റെ നെഗറ്റീവ് ഫോം വരുന്ന സമയത്ത് ഷീ ഹാസ് നോട്ട് ഫിനിഷ്ഡ് ദി വർക്ക്. സോ അത് പാസീവിലേക്ക് മാറുന്ന സമയത്ത് ഒബ്ജക്റ്റ് ദ വർക്ക്, ശേഷം ഹാസ് ആണ്. സിംഗുലർ ആയതുകൊണ്ട് ഹാസ് എഴുതി. നോട്ട്, അതിനുശേഷം ഏത് വരണം? നെഗറ്റീവ് ഫോമിനെ സൂചിപ്പിക്കുന്ന നോട്ട് വന്നു, ശേഷം ബീന് വരണം. ഹാസ് നോട്ട് ബീൻ ഫിനിഷ്ഡ് ബൈ ഹെർ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ് വരുന്നതെങ്കിൽ നോക്കൂ. ഹാസ് ഷീ ഫിനിഷ്ഡ് ദി വർക്ക് അല്ലേ? ഹാസ് ഷീ, ഹാസ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ വന്നു. അപ്പോൾ അതിന് പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്തും എങ്ങനെ തന്നെയാണ്? ആ ഹാസ് എന്ന് പറയുന്നത് എവിടെ തന്നെ വരണം? ഫ്രണ്ടിൽ തന്നെ വരണം. ഹാസ് ദ വർക്ക് ബീൻ ഫിനിഷ്ഡ് ബൈ ഹെർ എന്നാണ് തന്നിരിക്കുന്നത്. ഹാസ് ദ വർക്ക് ശേഷം ബീന് മറന്നു പോകരുത്. ബീൻ എന്തായാലും വേണം കേട്ടോ. അതിനുശേഷം വെർബിൻ്റെ V3 ഫോമാണ്. ഫിനിഷ്ഡ് ബൈ ഹെർ എന്ന് വരും, ക്വസ്റ്റ്യൻ മാർക്ക് വരും. ക്ലിയർ ആണോ? അപ്പോൾ ഇതിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് വരുന്ന സമയത്ത് കീവേഡ് ഓർത്ത് വയ്ക്കുക. ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, കൂടെ തന്നെ ബീനും വേണം ഇതിൽ പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്ത് നോക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. നമുക്ക് അടുത്ത് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് വരുന്ന സമയത്ത് സോ നോക്കൂ. പാസ്റ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ഹാഡ് ആണ് കേട്ടോ. അതൊരു ആക്റ്റീവ് വോയിസിലേക്കും ആക്റ്റീവ് വോയിസിലാവുന്ന സമയത്ത്
ഹാഡ് ഉണ്ടാവും, പിന്നെ വെർബ് V3 ഫോമിലായിരിക്കും വരിക. ഓക്കെ, ഇതിനെ പാസീവിലേക്ക് മാറുന്ന സമയത്ത് നോക്കാം, ആദ്യം ഒബ്ജക്റ്റ് കൊടുക്കും, പിന്നെ എപ്പോഴും എന്ത് വേണം, ടെൻസ് മാറാതിരിക്കാനായിട്ട് ടെൻസിനെ സൂചിപ്പിക്കുന്ന കീവേഡ്സ് കൊടുക്കണം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന കീവേഡ് ഹാഡ് ആണ്. സോ ഹാഡ് എന്തായാലും വരും, ഹാഡ് വരും. പ്ലസ് ബി ഫോം വേണമല്ലോ, പാസീവ് വോയിസിൽ എപ്പോഴും ബി ഫോം ഉണ്ടായിരിക്കണം. സോ ഏതാ ബി ഫോം? ബീൻ ആണ്. ബീൻ കൊടുക്കുക പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം ബൈ പ്ലസ് സബ്ജക്റ്റ്, അത് സെയിം. ഒരു എക്സാമ്പിൾ നോക്കൂ, ദേ ഹാഡ് കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ്. ദേ ഹാഡ്, കണ്ടോ, ഹാഡ് എന്ന് പറയുന്നത് കീവേഡും കംപ്ലീറ്റ് എന്ന് പറയുന്നപ്പോൾ V3 ഫോമും. ഈ കംപ്ലീറ്റഡ് എന്നൊക്കെ ED ചേർത്തി വരുന്ന വേർബ്സ് എല്ലാം ഉണ്ടല്ലോ ലാസ്റ്റ്, അത് V2 V3 സെയിം ആയിരിക്കും. അത് V2 ആണോ V3 ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കീവേഡ് നോക്കിയിട്ടാണ്. അതായത് ദേ കംപ്ലീറ്റഡ് എന്ന് മാത്രമായിരുന്നെങ്കിൽ അത് V2 ആണ്. എന്തുകൊണ്ടാണ്? ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഏത് വന്നു? വെർബ് വന്നു. ഓക്കെ, വെർബ് ED ചേർത്തി വന്നു, അത് V2 ആവാം V3 ആവാം. പക്ഷെ അതിൽ ദേ കംപ്ലീറ്റഡ് ആയിരുന്നെങ്കിൽ അത് V2 ആണ്. കാരണം വേറെ കീവേഡ്സ് ഒന്നും അവിടെ ഇല്ല, സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ വെർബാണ്. ദേ ഹാഡ് കംപ്ലീറ്റഡ് വന്നപ്പോൾ ദേക്ക് ശേഷം ഹാഡിന് ശേഷമാണ് കംപ്ലീറ്റഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റഡ് എന്താണ് അവർ V3 ഫോം ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് പാസീവിലേക്ക് മാറുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റായ ദ അസൈൻമെൻറ്റ് എടുത്ത് എഴുതി, കീവേഡ് ഹാഡ് വരണം, കൂടെ തന്നെ ആര് വരണം? ബീന് വരണം. ബാലൻസ്, അതായത് കംപ്ലീറ്റ് എന്നുള്ളതിൻ്റെ V3 ഫോം കംപ്ലീറ്റഡ് തന്നെയാണ്. ബൈ ദേ എന്നുള്ളത് എന്തായിട്ട് മാറി? ദം ആയിട്ട് മാറി. ക്ലിയർ അല്ലേ ഇത്? അടുത്ത് നോക്കൂ, ഇതിൻ്റെ നെഗറ്റീവ് ഫോം ദേ ഹാഡ് നോട്ട് കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ്. ഒരു മാറ്റവും ഇല്ല, ആ ഹാഡിന് ശേഷം അല്ല എന്ത് കൊടുക്കുക? ഒരു നോട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ദ അസൈൻമെൻറ്റ് ഹാഡ് നോട്ട് ബീൻ കംപ്ലീറ്റഡ് ബൈ ദം എന്ന് വരും. ക്ലിയർ അല്ലേ ഇത്? അടുത്ത് നോക്കൂ, ഇതിന് ക്വസ്റ്റ്യൻ ഫോമിൽ വരുന്ന സമയത്ത് ഹാഡ് ദേ കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഹാഡ് ദേ കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോമിൽ വരുമ്പോൾ എന്താ മാറ്റം? എന്താ? സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വരുന്നതിന് പകരം എന്ത് വരും? സബ്ജക്റ്റിന് മുൻപ് തന്നെ ഓക്സിലറി വരും, അത്രേ മാറ്റുള്ളൂ. അപ്പം നോക്കുക, ഹാഡ് എന്നുള്ളത് എവിടെ വരും? ഫസ്റ്റ് തന്നെ കയറി വരും. ഹാഡ് ദ അസൈൻമെൻറ്റ് ബീൻ, ആ ബീൻ വിട്ടുപോയത്. ഹാഡ് ദ അസൈൻമെൻറ്റ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദം എന്ന് വരും. ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വരുന്ന സമയത്ത്, അപ്പോൾ പ്രസൻറ്റ് നോക്കി, അതുപോലെ പാസ്റ്റ് നോക്കി, അപ്പോൾ ഇനി ഇത് കൂടി ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കൂടി ഉണ്ട്. സോ ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുന്ന സമയത്ത് ഒരു ടെൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കാണുന്ന സമയത്ത് അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് എന്ന് തിരിച്ചറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതൊക്കെ മീൻസ് കീവേഡ്സ് ആണ്? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നത് വിൽ ഓർ ഷോൾ ആണ്. ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ ഏത് വരും? വിൽ ഓർ ഷോൾ. അത് പെർഫെക്റ്റ് ആവണമെങ്കിൽ കീവേഡ് ഹാവ് പഠിച്ചു വയ്ക്കുക. വിൽ അല്ലെങ്കിൽ ഹാവ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷോൾ പ്ലസ് ഹാവ് വരും, എങ്കിലാണ് അതേത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അതിന് പാസീവിലേക്ക് മാറുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഒബ്ജക്റ്റ് എഴുതണം പ്ലസ് കീവേഡ് മാറരുതല്ലോ, ടെൻസ് മാറാത്തത് കൊണ്ട് കീവേഡ് അത് തന്നെ എടുത്തെഴുതുക. വിൽ അല്ലെങ്കിൽ ഷോൾ. ഓക്കെ, പ്ലസ് ഏത് കൂടി വരണം? ഹാവ്, അതാണ് കീവേഡ്. ക്ലിയർ ആണോ? പ്ലസ് ഇത് പാസീവ് വോയിസിലേക്ക് മാറുന്ന സമയത്ത് പാസീവ് വോയിസിൽ എപ്പോഴും ഏത് വേണമെന്ന് പറഞ്ഞു? ബി ഫോം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ V3 കിടക്കുന്ന ബി ഫോം ഏതാണ്? ബീനാണ്. അപ്പോൾ ബീന് കൂടി കൊടുത്തു. പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം ബൈ പ്ലസ് സബ്ജക്റ്റ്, അത് സെയിം ആണ്. അപ്പോൾ ഇതിൽ കീവേഡ് പഠിച്ചു വെക്കേണ്ടത് എങ്ങനെയാണ്? വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ. എക്സാമ്പിൾ നോക്കിക്കോളൂ, യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദി ജോബ്. അപ്പോൾ ഇവിടെ നോക്കുക, യു വിൽ, വില്ല് മാത്രമാണ്, ഹാവ് ഇല്ലാതെ വില്ല് മാത്രമായിരുന്നെങ്കിൽ അതേതാ? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇവിടെ നോക്കൂ, വില്ലിന് ശേഷം ഹാവ് കൂടി വന്നു. അപ്പോൾ വില്ലെന്ന് പറയുന്ന ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനും ഹാവ് എന്ന് പറയുന്നത് എന്തിനാ? പെർഫെക്റ്റിനെ സൂചിപ്പിക്കാനും. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ക്ലിയർ ആണോ? പാസീവിലേക്ക് മാറുന്ന സമയത്ത് ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് കൊടുത്തത് ജോബ്, ശേഷം കീവേഡ് വിൽ അല്ലെങ്കിൽ ഷോൾ, അതിൽ വില്ല് കൊടുത്തിട്ടുണ്ട്, വിൽ. പിന്നെ ഏതാ? ഹാവും കൂടി കീവേഡാണ് കേട്ടോ, ഹാവ് എടുത്ത് എഴുതാം. പ്ലസ് പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്ത് ബീന് വേണം, ബീന്. പിന്നെ അടുത്ത് എന്താ വരണ്ടേ? വെർബിൻ്റെ V3. വെർബ് ഏതാണ്? സ്റ്റാർട്ട് എന്നത് വെർബ്. V2 ഉം V3 ഏത് തന്നെയാണ്? സ്റ്റാർട്ടഡ് തന്നെയാണ്. സോ V3 ഫോം ആയിട്ട് സ്റ്റാർട്ടഡ് കൊടുത്തു. ബൈ യു തന്നെയാണ്. ഇവിടെ ആക്റ്റീവ് വോയിസിൽ യു എന്ന് പറയുന്നത് പാസീവിലേക്ക് മാറുന്ന സമയത്തും എന്ത് തന്നെയാണ്? യു തന്നെയാണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ഇതിൻ്റെ നെഗറ്റീവ് നോക്കുക കേട്ടോ. യു വിൽ ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് ദി ജോബ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കുക? പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ആദ്യം എന്ത് കൊടുത്തു? നമുക്ക് തന്നിരിക്കുന്നതിലെ ഒബ്ജക്റ്റ് കൊടുത്ത ജോബ്, വിൽ, നോട്ട്, ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ബൈ യു. നോട്ട് എന്ന നെഗറ്റീവ്, വിൽ നോട്ട് ഹാവ് ബീൻ സ്റ്റാർട്ടഡ്. കണ്ടോ, വിൽ എന്ന ഓക്സിലറിക്ക് ശേഷം ഏത് വന്നു? നോട്ട് വന്നു. ശേഷം ഹാവ് വരണം, പിന്നെ ഏത് വരണം? ബീന് വരണം. ശേഷം ഏത് വരണം? ബീൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കമ്പൽസറിലി ബീന് വരണം, സ്റ്റാർട്ടഡ് ബൈ യു. അടുത്ത് നോക്കുക,
നെക്സ്റ്റ് ആണ് ഇത് ക്വസ്റ്റ്യൻ ഫോമിൽ വരുന്ന സമയത്ത് എന്താണ് വില്ല് ഫ്രണ്ടിലേക്ക് കയറി വരും, അത്രയല്ലേ മാറ്റുള്ളൂ. വിൽ യു ഹാവ് സ്റ്റാർട്ടഡ് ദി ജോബ് എന്നാ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പാസീവിലേക്ക് മാറുന്ന സമയത്തും വിൽ എന്നത് എവിടെ വരണം, സബ്ജക്റ്റിന് മുന്നിലായിട്ട് വരണം. വിൽ ദ ജോബ് കീവേഡ് ഏതൊക്കെയാണ്, വില്ല് കഴിഞ്ഞ് ഹാവ് കഴിഞ്ഞാൽ ബീന് വരണം. വില്ല് ഓൾറെഡി ഫ്രണ്ടിൽ വന്നു, ദ ജോബിന് ശേഷം ഇനി ഏത് കൊടുക്കുക, ബാലൻസ് 2 കീവേഡ് കൊടുക്കുക. അതായത് ഹാവ് എന്നതും ബീൻ എന്നതും കൊടുക്കുക. സ്റ്റാർട്ടഡ് ബൈ യു. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ ഞാൻ മാക്സിമം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അതിനാണ് നെഗറ്റീവും പോസിറ്റീവും ക്വസ്റ്റ്യൻ ഫോമും കൂടി തന്നെ. അപ്പോൾ നിങ്ങൾ ആ സിൻഡെക്സും ക്ലിയർ ആവും. കൂടെ തന്നെ ഏത് ഫോമിൽ വന്നാലും ഓർഡർ, കാരണം സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഫോമിലൊക്കെ തരുന്ന സമയത്ത് അവർ മാക്സിമം ഓപ്ഷനിൽ വരുന്ന സമയത്ത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും. കാരണം സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വരും, ഓക്സിലറിക്കും ശേഷം സബ്ജക്റ്റ് വരും, അങ്ങനെ മാറി മാറി തരും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ എക്സാമ്പിളിലും 3ഉം ഞാൻ പറഞ്ഞു തന്നത്. 3 കാര്യങ്ങളും പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോമിലാണെങ്കിലും. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക. കീവേഡ് പഠിച്ചു വയ്ക്കുക. കീവേഡാണെങ്കിലും ഇമ്പോർട്ടൻറ്റ്. കീവേഡ്സ് പഠിച്ചു വയ്ക്കുക. ടെൻസ് മാറില്ല എന്ന് പഠിച്ചു വയ്ക്കുക. മനസ്സിലായി? ടെൻസ് മാറില്ല. ബി ഫോം ഷുവറായിട്ടും പാസീവ് വോയിസിലുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെയാണ് വെർബ് എപ്പോഴും V3 ഫോമിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നതിന് ഇതിൽ 1 മാർക്ക് നമുക്ക് ഷുവറായിട്ടും നേടിയെടുക്കാൻ പറ്റും. താങ്ക്